അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേയ്റ്റ് എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച്. അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് വെർച്വൽ ഡെബിറ്റ് കാർഡ് അത് ആക്റ്റീവായിട്ട് കിട്ടും. പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അല്ല നമുക്ക് ഫിസിക്കലായിട്ടുള്ള കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. മാക്സിമം അവർ പറയുന്ന സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. അതിലും എനിക്ക് 25 ദിർഹംസ് കിട്ടി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പേയ്റ്റ് എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ചാണ്. അതായത് ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാനൊന്ന് അപ്ലോഡ് ചെയ്തായിരുന്നു, പക്ഷേ അത് ഷോർട്ട് വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൊത്തം കാര്യങ്ങൾ നമുക്ക് ആ വീഡിയോയ്ക്കകത്ത് പറയാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത്. അതായത് പേയ്റ്റ് എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ പേടിഎം യൂസ് ചെയ്യുമല്ലോ, അതുപോലെ നമുക്ക് UAE വന്നു കഴിയുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബാങ്ക് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ പേടിഎമ്മിൻ്റെ അകത്ത് പക്ഷേ നമുക്ക് ചെറിയൊരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, ATM കാർഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ പേയ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ATM കാർഡ് എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ IBAN നമ്പർ. അങ്ങനെ ഇവിടെ UAE ഒരു ബാങ്ക് അക്കൗണ്ടിൽ എന്തൊക്കെ ഫെസിലിറ്റിയാണ് അവർ അവൈലബിൾ ആക്കി തരുന്നത് അതെല്ലാം തന്നെ നമുക്ക് ഈ പേയ്റ്റ് ബാങ്ക് അക്കൗണ്ടിൻ്റെ അകത്തും കിട്ടും. അതായത് ഇതെന്ന് പറയുന്ന ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ UAE പാസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് എല്ലാവർക്കും തന്നെ UAE എല്ലാവർക്കും തന്നെ അറിയാം. ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് എമിറേറ്റ്സ് ID ലിങ്ക് ചെയ്യുക. ആ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേയ്റ്റ് എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് വിത്തിൻ 5 or 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കിയ ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വിർച്വൽ കാർഡ് നമുക്ക് ആക്റ്റീവായിട്ട് എടുക്കാനായിട്ട് പറ്റും. വിർച്വൽ കാർഡ് എന്ന് പറയുന്നത് വിർച്വൽ ATM കാർഡ് നമുക്ക് ആക്റ്റീവായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് പ്രൊമോ കോഡുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് ആ പ്രൊമോ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ 25 ദിർഹംസും കൂടെ ആഡായി കിട്ടും. എനിക്കൊരു പ്രൊമോ കോഡ് ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രൊമോ കോഡ് ഏതായാലും ഞാനിവിടെ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. ആ പ്രൊമോ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും 25 ദിർഹംസ് കിട്ടുമായിരിക്കും തോന്നുന്നു. ഏതായാലും എനിക്ക് 25 ദിർഹംസ് കിട്ടി. പിന്നെ നമുക്ക് ഈ ഡെബിറ്റ് കാർഡ്, അതായത് ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് വെർച്വൽ ഡെബിറ്റ് കാർഡ് അത് ആക്റ്റീവായിട്ട് കിട്ടും. അതായത് നമ്മുടെ ഫോണിൽ NFC സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് തന്നെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ല നമുക്ക് ഫിസിക്കലായിട്ടുള്ള കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ പേയ്റ്റിന് ഫ്രീ ആയിട്ടുള്ള ATM കാർഡാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്ത് തന്നെ അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഈ ഫിസിക്കൽ ATM കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഫിസിക്കൽ ATM കാർഡ് കിട്ടുന്നത് വരെ നമ്മുടെ ഈ വെർച്വൽ ATM കാർഡും ഡിസേബിൾ ആയിരിക്കും. ആ വെർച്വൽ ATM കാർഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതും നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പേയ്റ്റിൻ്റെ ATM കാർഡ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ATM കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൺ യൂസ് ചെയ്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ATM കാർഡ് ആക്റ്റീവ് ചെയ്തെടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ട് ATM കാർഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പേയ്റ്റിൻ്റെ ATM കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ പേയ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം ഗൂഗിളിൽ എത്രയാണോ ഇന്നത്തെ റേറ്റിംഗ് കാണിക്കുന്നത് ആ റേറ്റിൽ തന്നെ നമുക്ക് നാട്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതിനും യാതൊരുവിധ ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനും പേയ്മെൻ്റ് ഒന്നുമില്ല, പ്രോസസ്സിംഗ് ഫീ അങ്ങനെ ഒരു പേയ്മെൻറ്റും നമുക്ക് ഈ പേയ്റ്റിൻ്റെ അകത്തില്ല. ഞാൻ പേഴ്സണലി ഇപ്പോൾ പേയ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പേയ്റ്റ് യൂസ് ചെയ്താണ് ഞാൻ നാട്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സമയം എടുക്കുന്നുണ്ട്. അതായത് 1 or 2 അവർ എടുക്കുന്നുണ്ട്. പിന്നെ ചില സമയത്ത് 4 മണിക്കൂർ വരെ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് എനിക്ക് ഇതിൻ്റെ അകത്തൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അതായത് പെട്ടെന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് പ്രോസസ്സിങ് ടൈം എന്ന് പറഞ്ഞ് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. പിന്നെ ബെനിഫിഷ്യറി ആയിട്ട് നമ്മൾ അക്കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ അതിനൊരു 6 മണിക്കൂർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബെനിഫിഷ്യറി അക്കൗണ്ട് ആഡ് ചെയ്ത് 6 മണിക്കൂറിന് ശേഷം നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചില സമയത്ത് ഫണ്ട് വിത്തിൻ ഒരു 20 മിനിറ്റിനുള്ളിൽ തന്നെ ഫണ്ട് നാട്ടിലെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം അവർ പറയുന്ന സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. ആ 4 മണിക്കൂറിനുള്ളിലെ ഫണ്ട് ട്രാൻസ്ഫർ ആയി കിട്ടത്തുള്ളൂ. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. അതായത് പെട്ടെന്ന് ഫണ്ട് ട്രാൻസ്ഫർ ആകാത്തത് ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. അത് മാത്രമേ ഉള്ളൂ ഞാൻ പേയ്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. അല്ലാതെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേയ്റ്റ് സൂപ്പറാണ്. അതുകൊണ്ട് തന്നെ ഒരു 0 ബാലൻസ് അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാലറി അക്കൗണ്ടായിട്ടും ഈ പേയ്റ്റ് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് IBAN നമ്പരും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ അക്കൗണ്ട് സാലറി അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും തന്നെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഏതായാലും വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.